നമസ്കാരം. അഖില കേരള ബാലജന സഖ്യത്തിന്റെ ശക്തിയും പ്രചോദനവുമായ അധ്യാപകർക്ക് കോവിഡിന്റെ ഈ കാലത്ത് നേരിട്ട് ആദരവ് അർപ്പിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. ഈ സാഹചര്യത്തിൽ ബാലജന സഖ്യം കൊല്ലം നേതൃനിര ഈ വീഡിയോ വഴി അധ്യാപക സമൂഹത്തെ അനുമോദിക്കാനും ആദരിക്കാനും ഉദ്ദേശിക്കുന്നു. കൊല്ലത്തിന്റെ നേതൃനിര പ്രസിഡന്റ് പാർവതി, സെക്രട്ടറി ജ്യോതിസ്, കേന്ദ്ര സമിതി അംഗം വിനായക്, വൈസ് പ്രസിഡന്റ് സാറ, ജോയിന്റ് സെക്രട്ടറി കീർത്തന, ട്രഷറർ ആൽവിൻ, സേവന വിഭാഗം കൺവീനർ സഞ്ജു, ബാലികാ വിഭാഗം കൺവീനർ അഖില, ഈ ഓരോരുത്തരും പ്രത്യേകം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഈ അധ്യാപക ദിനത്തിൽ ബാലജന സഖ്യവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകർക്കും എന്റെ എല്ലാ ഭാവുകാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. അഖില കേരള ബാലജന സഖ്യം കൊല്ലം മേഖല ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. അതിജീവനത്തിന്റെ ഈ കാലഘട്ടത്തിൽ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മേഖലയിലെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം അന്തർദേശീയ അധ്യാപക ദിനമായ ഒക്ടോബർ 5-ന് പ്രശസ്ത മജിഷ്യൻ ശ്രീ ഗോപിനാഥ് മുതുകാട് നിർവഹിക്കുകയാണ്. അധ്യാപനം എന്ന മഹത് സങ്കല്പത്തിൽ പ്രണയിച്ചുകൊണ്ട് കൊല്ലം മേഖലയിലെ അറിവ് പകരുന്ന അധ്യാപകരായ രക്ഷാധികാരിമാരെ ആദരിക്കുവാൻ വേണ്ടി ഗുരുവന്ദനം എന്ന പരിപാടി കൂടി ഇതോടൊപ്പം ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. പുസ്തകങ്ങളിലൂടെയും മറ്റും കുഞ്ഞുങ്ങളെ ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ച് അവരുടെ കാഴ്ചപ്പാടുകളിലും ചിന്തകളിലും ആശയങ്ങളായും അക്ഷരങ്ങളായും അഗ്നി പകർന്ന് ഇരുട്ടിൽ നിന്ന് അവരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന എല്ലാ ഗുരുക്കന്മാരെയും ഈ അവസരത്തിൽ ഞങ്ങൾ ആദരിക്കുന്നു. ഈ സംരംഭത്തിന് ചുക്കാൻ പിടിക്കുന്ന മേഖലയിലെ 8 ഭാരവാഹികളും വിവിധ വിഷയങ്ങളിൽ അവർക്കുള്ള അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ഇതിന് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഒരുപാട് അബദ്ധങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, ആത്മവിശ്വാസമില്ലാതെ പിൻവലിഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മനസ്സിലേക്ക്, ആത്മഹത്യയുടെ ലോകത്തേക്കൊക്കെ പറന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക്, വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽപ്പെട്ട് കെണിയിൽപ്പെട്ട് അപകടത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള നല്ല സന്ദേശങ്ങൾ പകരുവാൻ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് സാധിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വളരെയധികം സന്തോഷത്തോടു കൂടി ഈ മുമ്പിലിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഞാൻ എപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് അധ്യാപകർ. അതുകൊണ്ട് തന്നെ ആ അധ്യാപകരെ എല്ലാം മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നിങ്ങളിവിടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ടീച്ചേഴ്സ് ലീഡിംഗ് ഇൻ ക്രൈസിസ്, റീഇമാജിനിങ് ദി ഫ്യൂച്ചർ. നമസ്കാരം. എൻ്റെ പേര് പാർവതി രാജ്, അഖില കേരള ബാലജന സഖ്യം കൊല്ലം മേഖല പ്രസിഡന്റ്. ഇന്ന് ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ സയൻസ് എന്ന സബ്ജക്റ്റിലെ ഒരു ചെറിയ ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി ഇറക്കുന്ന ചില ഉത്തരവുകളുണ്ട്. അതിനെ നമ്മൾ റിട്ടുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ റിട്ടുകളുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ റിട്ടുകൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. പ്രിയാമ്പിൾ അടക്കം എല്ലാം നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകൾ കടമെടുത്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നമുക്ക് ഹൈക്കോടതികളും സുപ്രീം കോടതിയുമാണ്. നമുക്കറിയാം കോടതികളാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതെന്ന്. അപ്പോൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതി ആർട്ടിക്കിൾ 226 പ്രകാരവും സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരവുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്.
അപ്പോൾ റിട്ടുകളെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് പ്രധാനമായും അഞ്ച് തരത്തിലുള്ള റിട്ടുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് ഹേബിയസ് കോർപ്പസ്, പിന്നെ മാൻഡമസ്, കോവാറന്റോ, പ്രൊഹിബിഷൻ, സെർഷോററി. ഇത്രയുമാണ് നമ്മുടെ 5 റിട്ടുകൾ എന്ന് പറയുന്നത്. അതിൽ ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ ശരീരം ഹാജരാക്കുക എന്നാണ് അർത്ഥം. അതായത് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക. മാൻഡമസ് എന്ന് വെച്ചാൽ നാം കൽപ്പിക്കുന്നു. എന്താണ് മാൻഡമസ്? നാം കൽപ്പിക്കുന്നു. കോവാറന്റോ എന്ന് വെച്ചാൽ എന്ത് അധികാരം എന്നാണ്. എന്ത് അധികാരം. പ്രൊഹിബിഷൻ എന്ന് വെച്ചാലോ വിലക്കുക. പ്രൊഹിബിഷൻ വിലക്കുക എന്നാണ് അർത്ഥം. സെർഷോററി എന്ന് വെച്ചാൽ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നാണ് സെർഷോറിന്റെ അർത്ഥം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അതായത് നിങ്ങൾ കണ്ടെത്തുക, ഒരുപാട് അറിവുകൾ ശേഖരിക്കുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അഖില കേരള ബാലജന സഖ്യം കൊല്ലം മേഖലയുടെ സെക്രട്ടറിയാണ് ഞാൻ. എൻ്റെ പേര് ജ്യോതിസ് അന്ന ജോൺ. ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ മലയാളമാണ് കേട്ടോ. ഭാരതം എന്ന മഹാസാമ്രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് അറബിക്കടലിനോട് കിന്നാരം പറഞ്ഞു കിടക്കുന്ന ഒരു കൊച്ചു നാടാണ് നമ്മുടെ കേരളം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മനാർ ഭാഷതാൻ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൻ്റെ ഉത്ഭവവും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. മലയാളം ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെടുന്നു. പഴയ തമിഴ് അഥവാ കൊടും തമിഴാണ് മലയാളത്തിൻ്റെ ആദ്യ രൂപം എന്ന് കരുതുന്നു. മലയാളം മാത്രമല്ല കേട്ടോ, സംസ്കൃതവും തമിഴും ഒക്കെ ദ്രാവിഡ ഭാഷാ ഗോത്രമാണ്. മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തുന്നത് സ്കോട്ട്ലൻഡുകാരനായ ഒരു വിദേശിയാണ്. ഭാഷാ ചരിത്രകാരനായ റോബർട്ട് കാൾഡ്വെൽ ആണ് മലയാളത്തെക്കുറിച്ച് ആദ്യമായി പഠിക്കുന്നത്. അദ്ദേഹത്തെ തുടർന്ന് AR രാജരാജവർമ്മയും മഹാകവി ഉള്ളൂരും നമ്മുടെ മലയാളത്തെപ്പറ്റി പഠിക്കുവാൻ ശ്രമിച്ചു. ഇന്ത്യയിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിലും അതുപോലെ തന്നെ പുതുച്ചേരിയുടെ ഭാഗമായ മയ്യഴിയിലും ലക്ഷദ്വീപിലുമാണ് പ്രധാനമായും മലയാളം സംസാരിക്കുന്നത്. 2013 നമ്മുടെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന 5ാമത്തെ ഭാഷയാണ് നമ്മുടെ സ്വന്തം മലയാളം. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ നാം മലയാള ദിനമായി ആചരിക്കുന്നു. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏത് ദൂസര സങ്കല്പത്തിൽ പിറന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും മാതൃഭാഷയും. നന്ദി, നമസ്കാരം. Hi friends, today we are here by discussing about the subject history. History, as we all see, is the most fascinating subject that we can find in this world. History literally means his story. In history, like many other subjects, has various phases of development. The main 2 phases of historical developments were the traditional phase and the modern phase. In the traditional phase, which was founded by historians like Herodotus, the subject history was used to emphasize wars and conquests. The domain of history was exclusively reserved to depict the deeds of kings, the wars that they fought. This history subject was used to increase the fame, the governance policies that kings followed. Such an example or such a way of using history was actually a wasteful manner. Such a way of using history had limited the subject's relevance into the courts of kings. However, when human lives became more developed, when the human living lifestyles became more complex, when human beings had to acquire a great more amount of knowledge, the way history was emphasized, the way history was taught also changed. Modern historians now try to use history as a way to depict a wide range of sociological happenings that occur in our world. For example, in today's world, modern historians try to understand why Indian government had to commit land reforms shortly after independence. This land reforms committed by Indian government was solely an economic as well as a welfare program. But for doing this, a historical preference or historical perspective was necessary. Similarly, the caste problem in India, the problem of external conquests, British colonization, Western imperialism, as well as the reason why India is diverse in language and in religion, has all a historical concept, a social concept, an economic concept, and a cultural concept.
Therefore, history today is a multi-paradigmatic science. നമസ്കാരം, എൻ്റെ പേര് സാറ മാത്യൂസ്. ഞാൻ അഖില കേരള ബാലജനസഖ്യം കൊല്ലം മേഖലയുടെ വൈസ് പ്രസിഡന്റാണ്. ഇന്ന് ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പ്രകാശം നൽകി അറിവുകൾ പകർന്നു നൽകുന്ന വഴികാട്ടിയാണ് അധ്യാപകൻ. അവരുടെ ജീവിതത്തിലെ സൂപ്പർ ഹീറോസാണ് ഓരോരോ അധ്യാപകന്മാരും. The Road Not Taken by Robert Frost. Two roads diverged in Ella Woods, and sorry I could not travel both. And be one traveller, long I stood and looked down one as far as I could, to where it bent in the undergrowth. Then took the other as just as fair, and having perhaps the better claim, because it was grassy and wandered where, though as far that the passing tear had warned them really about the same. And both that morning equally lay in leaves no step had trodden black. Oh, I kept the first for another day, yet knowing how way leads on to way, I doubted if I should ever come back. I shall be telling this with a sigh. Somewhere ages and ages hence, two roads diverged in a wood, and I took the one less travelled by, and that has made all the difference. ഈ അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോടൊപ്പം കുറച്ചു നേരം പറയുവാൻ പോകുന്നത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ അതിമനോഹരമായ കവിതയായ റോഡ് നോട്ട് ടേക്കൺ എന്ന കവിതയെ കുറിച്ചാണ്. ഈ കവിതയിൽ കവി തിരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. വനപ്രദേശത്തിലൂടെ നടന്നു പോകുന്ന കവി കുറെ ദൂരം കഴിയുമ്പോൾ 2 വഴിപാതകൾ കാണും. അതിൽ 2 വഴിപാതകൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. ഒരു പാത അധികം ആരും സഞ്ചരിക്കാത്ത ഒന്നാണ്, എന്നാൽ മറ്റേതാകട്ടെ മറ്റുള്ളവർ സഞ്ചരിച്ചതായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നു. ഓരോരോ തീരുമാനങ്ങളും നമ്മളുടെ ഭാവിയെ തീരുമാനിക്കുന്നതാണ്. നമ്മളുടെ ജീവിതത്തിലെ അധികം ആരും സഞ്ചാരിക്കാത്ത വഴികളിലൂടെ പോകുമ്പോഴാണ് നമുക്ക് കുറെ അനുഭവങ്ങളും അറിവുകളും ലഭിക്കുന്നത്. അങ്ങനെ ആരും സഞ്ചരിക്കാത്ത പാതയിലൂടെ നടന്ന് നമ്മളുടെ കഴിവുകളെ നമ്മൾ തന്നെ കണ്ടെത്തി വീട്ടിനും നാട്ടിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും മാതൃകയായി തീരുവാൻ കഴിയട്ടെ എന്ന ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ കീർത്തന AM, അഖില കേരള ബാലജനസഖ്യം കൊല്ലം മേഖലയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമായ ഇന്ന് ഭൂമിശാസ്ത്രം എന്ന വിഷയത്തെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഭൂമിശാസ്ത്രം എന്നാൽ ഭൂമിയുടെയും അതിൻ്റെ പ്രത്യേകതകളുടെയും മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ക്രമീകരണത്തിൻ്റെയും അതിൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ പരിണത ഫലങ്ങളുടെയും പഠനമാണ്. ഭൂമിശാസ്ത്രത്തിലെ രസകരമായ ചില വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. ഹിമാലയ പർവ്വതം വളരുകയാണ്. എങ്ങനെയാണല്ലേ? ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിമുട്ടി ഭൂമിയെ മുകളിലേക്ക് തള്ളുമ്പോഴാണ് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഇന്നും ഹിമാലയം വർഷത്തിൽ 2 ഇഞ്ചോളം വളർന്നുകൊണ്ടിരിക്കുന്നു. കാരണം യുറേഷ്യയ്ക്ക് കീഴിലുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം മുകളിലേക്ക് തള്ളിവിടുകയാണ്. 29,029 അടി ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടിയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലം. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? ഉത്തരം അന്റാർട്ടിക്കയാണ്. നമ്മളെല്ലാവരും ഒരു മരുഭൂമി ചിത്രീകരിക്കുമ്പോൾ ധാരാളം മണലും സൂര്യനും സങ്കല്പിക്കുന്നു. എന്നാൽ ഒരു മരുഭൂമിയുടെ ശരിക്കുമുള്ള നിർവചനം വർഷത്തിൽ 10 ഇഞ്ചിൽ കൂടുതൽ മഴ ലഭിക്കാത്ത ഒരു ഭൂപ്രദേശം എന്നതാണ്. ഇനിയും ഭൂമിശാസ്ത്രത്തിലെ അത്ഭുതകരമായ വസ്തുതകൾ കണ്ടെത്താൻ ശ്രമിക്കുക. നന്ദി. ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എന്റെ പേര് അൽബുക്കി ജോൺസൺ എന്നാണ്. ഞാൻ അഖില കേരള ബാലജനസഖ്യം കൊല്ലം മേഖല ട്രഷററാണ്. ഇന്ന് ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ ആണ്. അതിനോടനുബന്ധിച്ച് എന്റെ കൊച്ചു കൂട്ടുകാരെ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിന് പല സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് വേദിക് മാത്തമാറ്റിക്സ്. കണക്കിലും ഹരിക്കലും ഗുണിക്കലും എളുപ്പമാക്കാനുള്ള കണക്കിന് തന്നെയുള്ള ഒരു ശാഖയാണ് വേദിക് മാത്തമാറ്റിക്സ്. അതിലെ ഒരു കുഞ്ഞു ട്രിക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് ആ ട്രിക്കിലേക്ക് പോകാം. വേദിക് മാത്തമാറ്റിക്സിലെ മൾട്ടിപ്ലിക്കേഷൻ ബൈ 11 എന്ന് പറയുന്ന ഷോർട്ട് ട്രിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്.
ഫോർ 2D നമ്പേഴ്സിനാണ് ഈ ട്രിക്ക് ബാധകമായിട്ടുള്ളത്. ആദ്യം തന്നെ 22x11. വൺസ് പ്ലേസിലെ ഡിജിറ്റിനെ 1 വെച്ച് ഇൻറ്റ് ചെയ്യുക, അപ്പോൾ 2 എന്ന് കിട്ടും. വൺസ് പ്ലേസിലും ടെൻസ് പ്ലേസിലുമുള്ള ഡിജിറ്റിനെ കൂട്ടുക, അപ്പോൾ 4 എന്ന് കിട്ടും. അതിനുശേഷം ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റിനെ 1 വെച്ച് ഇൻറ്റ് ചെയ്യുക, അങ്ങനെ 2 എന്ന് കിട്ടും. അങ്ങനെ 2, 4, 2 242 എന്ന ഉത്തരം കിട്ടും. 48x11 എന്ന് പറയുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസർ 528 ആണ്. നേരത്തെ പോലെ തന്നെ വൺസ് പ്ലേസിലെ ഡിജിറ്റിനെ ആദ്യം തന്നെ 1 വെച്ച് ഇൻറ്റ് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് 8 എന്ന് കിട്ടുന്നു. വൺസ് പ്ലേസിലും ടെൻസ് പ്ലേസിലുമുള്ള ഡിജിറ്റിനെ കൂട്ടുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. 1നെ സബ്സ്ക്രിപ്റ്റായിട്ട് ആഡ് ചെയ്യുന്നു, കാരണം ഈ ട്രിക്കിനകത്ത് എല്ലാ സ്ഥലത്തും ഒരു ഡിജിറ്റ് മാത്രമേ വരുവാൻ പാടുള്ളൂ. അങ്ങനെ സബ്സ്ക്രിപ്റ്റായിട്ട് ആഡ് ചെയ്ത 1 കൂട്ടി 4 × 1 = 4, 4 + 1 = 5, അങ്ങനെ 528 എന്ന് ഉത്തരം കിട്ടും. ഇതോടുകൂടി നമ്മുടെ ഷോർട്ട് ട്രിക്ക് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹായ്, നമ്മുടെ കണ്ണുകൾ എപ്പോഴൊക്കെയാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കപ്പെടാറുള്ളത്? നമുക്കറിയാം അല്ലേ? ദുഃഖം വരുമ്പോഴും അതോടൊപ്പം തന്നെ നല്ല തമാശകളൊക്കെ കേട്ട് നമ്മുടെ കുടുകുടാ ചിരിക്കുമ്പോഴും നമ്മുടെ കണ്ണിൽ നിന്നുണ്ടാവും കണ്ണുനീരുകൾ ഉൽപ്പാദിക്കപ്പെടാറുള്ളൂ. എന്നാൽ ഇപ്പോഴൊക്കെ മാത്രമാണോ? അല്ല. നമസ്കാരം, എൻ്റെ പേര് സഞ്ജയ് തലവി. ഞാൻ അഖില കേരള ബാലസഖ്യം കൊല്ലം മേഖലയുടെ കൺവീനറായി സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ കണ്ണുകൾ 3 രീതികളായിട്ടാണ് കണ്ണുനീരുകൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഒന്നാമത്തത് ബേസൽ ടീയേഴ്സ്, രണ്ടാമത്തത് റിഫ്ലക്സ് ടീയേഴ്സ്, മൂന്നാമത്തത് ഇമോഷണൽ ടീയേഴ്സ്. ബേസൽ ടീയേഴ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം അറിയാം. ബേസൽ ടീയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് ഡ്രൈ ആകാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ കണ്ണ് പുറപ്പെടുവിക്കുന്ന ഒരു തരം കണ്ണുനീരാണ് ബേസൽ ടീയേഴ്സ്. അതിന്റെ അളവ് 5 മുതൽ 10 ounce ആണ്, അതായത് 148 മുതൽ 295 മില്ലിലിറ്റർ ആണ്. അടുത്തതായി റിഫ്ലക്സ് ടീയേഴ്സ്. റിഫ്ലക്സ് ടീയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകളെ പൊടികളിൽ നിന്നും പുകകളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്ന മറ്റൊരു തരം കണ്ണുനീരാണ് റിഫ്ലക്സ് ടീയേഴ്സ്. ഇനി നമ്മുടെ കണ്ണുനീരിന്റെ അവസാന ഘട്ടമായ ഇമോഷണൽ ടീയേഴ്സ് ആണ്. വൈകാരിക കണ്ണുനീർ അഥവാ ഇമോഷണൽ ടീയേഴ്സ്. ഇമോഷണൽ ടീയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന മോശം രാസവസ്തുക്കളിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി ഉത്പാദിക്കപ്പെടുന്നു. നമ്മുടെ മസ്തിഷ്കം ദുഃഖമോ സമ്മർദ്ദമോ രേഖപ്പെടുത്തുമ്പോൾ വികാരപരമായ കണ്ണുനീർ ഒഴുകുന്നു. ഇത് ശരീര രാസവസ്തുക്കളുടെ പ്രകാശനത്തിന് കാരണമാകും. ഇതുമൂലം കരഞ്ഞു കഴിയുമ്പോൾ ശരീരത്തിന് സമ്മർദ്ദം ഉണ്ടാകുന്നു. അപ്പോൾ എപ്പോഴൊക്കെയാണ് കണ്ണുനീർ ഉത്പാദിക്കപ്പെടുന്നത്? അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഗുണങ്ങൾ നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. One child, one teacher, one pen and one book can change the world. എല്ലാവർക്കും നമസ്കാരം. അഖില കേരള ബാലജനസഖ്യം കൊല്ലം മേഖലയുടെ ബാലിക വിഭാഗം കൺവീനറാണ് ഞാൻ. എന്റെ പേര് അഖില സറ വിൻസെന്റ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് നാം നേടുന്ന വിജ്ഞാനത്തെ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ഉപയോഗിക്കുമ്പോഴാണ്. നാം കുറച്ച് അക്കങ്ങൾക്കോ ഡിഗ്രികൾക്കോ അപ്പുറമായിട്ട് നാം പഠിക്കുന്ന കാര്യങ്ങളെ പ്രാവർത്തികമാക്കാൻ വേണ്ടി പഠിക്കുമ്പോഴും ചിന്തകളെ വിചിന്തനം ചെയ്യപ്പെടുമ്പോഴുമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം പഠിക്കുന്ന കാര്യങ്ങളുടെ ആപ്ലിക്കേഷൻ ലെവൽ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. എങ്കിൽ പിന്നെ ഇന്ന് അന്താരാഷ്ട്ര അധ്യാപക ദിനത്തിൽ നമുക്കൊരു ചിന്ന സയൻസ് എക്സ്പെരിമെന്റ് ആയാലോ? അപ്പൊ നമ്മളിവിടെ 2 പാത്രങ്ങൾ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കറിയാം വെള്ളത്തിന്റെ സാന്ദ്രതയേക്കാൾ അധികം സാന്ദ്രതയുള്ള ഏതൊരു വസ്തു വെള്ളത്തിൽ ഇട്ടാലും അത് താഴ്ന്നു പോകും. ഇവിടെ നമ്മളൊരു പേപ്പർ ക്ലിപ്പ് വെള്ളത്തിൽ ഇട്ടപ്പോൾ ഈ കാണത്താൽ അത് താഴ്ന്നു പോയി. പക്ഷേ രണ്ടാമത്തെ പാത്രം ഒന്ന് നോക്കിക്കേ, നമ്മൾ സൂക്ഷിച്ച് പേപ്പർ ക്ലിപ്പ് ഇട്ടപ്പോൾ അത് പൊങ്ങിക്കിടക്കുന്നു. ഇതിന് കാരണം എന്താണെന്ന് അറിയാമോ? ആ പ്രതിഭാസത്തിന്റെ പേരാണ് പ്രതലഫലം അഥവാ സർഫസ് ടെൻഷൻ. പാത്രത്തിലെ ജലകണങ്ങൾ പരസ്പരം എല്ലായിടത്തും ആകർഷിക്കും, എന്നാൽ പ്രതലത്തിലെ ജലകണങ്ങൾ താഴേക്ക് മാത്രമേ ആകർഷിക്കൂ. അങ്ങനെ പ്രതലത്തിൽ ഒരു ബലം രൂപപ്പെടുന്നു, അത് ഒരു പാള പോലെ പ്രവർത്തിക്കുന്നു. ഇതാണ് പ്രതലഫലം. ചില പ്രാണികൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതിന് കാരണം പ്രതലഫലമാണ്. അപ്പോൾ എല്ലാവർക്കും എക്സ്പെരിമെന്റ് ഒക്കെ മനസ്സിലായല്ലോ അല്ലേ? സർഫസ് ടെൻഷനുമായി ബന്ധപ്പെട്ട മറ്റു പരീക്ഷണങ്ങളും ചെയ്തു നോക്കണം കേട്ടോ. ജ്ഞാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വെളിച്ചം പകരുന്ന അധ്യാപകർക്ക് പ്രണാമങ്ങൾ. ഏവർക്കും അധ്യാപക ദിന ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.